2018 സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ്, അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് 10 മണിക്കൂറിനുള്ളിലാണ് DGP അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാലായിലെ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ്. അവിശ്വാസികളായിട്ടുള്ള യുവതികളെ, ആക്ടിവിസ്റ്റുകളായിട്ടുള്ള യുവതികളെ സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയത്. ബീഫും പൊറോട്ടയും കൊടുത്തു എന്ന് എനിക്കറിഞ്ഞൂടാ, അത് ഞാൻ പ്രേമചന്ദ്രനോട് തന്നെ ചോദിക്കണം. പക്ഷേ സർക്കാർ തന്നെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. സ്ത്രീകളെ മല കയറ്റിയത് പൊറോട്ടയും ബീഫും വാങ്ങി നൽകിയിട്ടെന്ന് NK പ്രേമചന്ദ്രൻ നിഷേധിച്ച ബിന്ദു അമ്മിണി. പാലാ ഗസ്റ്റ് ഹൌസ് കോട്ടയം പോലീസ് ക്ലബ്ബായിട്ടും പറഞ്ഞതിൽ ഉറച്ച MP. സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയായതിൽ UDFന്റെ സന്തോഷം എന്തിന്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ CPM-ൽ നിന്ന് ശ്രീ VK സനോജ്, അഡ്വക്കേറ്റ് സോയ ജോസഫ് കോൺഗ്രസിൽ നിന്ന്, BJP-യിൽ നിന്ന് ശ്രീ മനു പ്രസാദ്, നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശ്രീ VK സനോജ്, എന്താണ് ശ്രീ NK പ്രേമചന്ദ്രനുള്ള മറുപടി? NK പ്രേമചന്ദ്രൻ്റെ പ്രസംഗം, അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ UDF-ലെ മറ്റേതെങ്കിലും നേതാക്കൾ നേരത്തെ ഈ വിഷയം ഉയർന്ന ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നോ? ഒരു കോൺഗ്രസ് നേതാവോ UDF-ൽപ്പെട്ട മറ്റേതെങ്കിലും പാർട്ടിയിലെ നേതാവോ ഉന്നയിക്കാത്ത ഒരു വിഷയം ഇപ്പോൾ എന്തിനാണ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചില പ്രത്യേക പദങ്ങൾ ചേർത്തുകൊണ്ട് പ്രേമചന്ദ്രൻ ഉന്നയിച്ചത്? അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ RSSനേക്കാൾ വിഷം തുപ്പുന്ന ഭാഷയിലാണ് പ്രേമചന്ദ്രൻ പ്രസംഗിച്ചത്. നിങ്ങൾ തന്നെ ഇപ്പോൾ ചാനലിൽ കാണിച്ചിട്ടുള്ള ചില ഭാഗങ്ങൾ, ചില വീഡിയോ കാണിച്ചല്ലോ. അതിനകത്ത് സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ പോലും പറയാത്ത കാര്യമാണ് പ്രേമചന്ദ്രൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം അന്ന് പറയാതിരുന്നത്? ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ ഈ പ്രേമചന്ദ്രൻ്റെ കയ്യിലുണ്ടോ? അങ്ങനെ ഒരു തെളിവും ഹാജരാക്കാൻ പ്രേമചന്ദ്രൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്നും പറയില്ല. ഞാനങ്ങനെ പറഞ്ഞു, അത് ഞാൻ നിഷേധിക്കുന്നില്ല എന്നും അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നും അല്ലാതെ ഞാനന്ന് പറഞ്ഞ കാര്യത്തിന് ഇന്ന കാര്യങ്ങളാണ് അടിസ്ഥാനം, ഇന്ന തെളിവുകളുണ്ട് എന്ന് പറയാൻ പ്രേമചന്ദ്രന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇത് വളരെ കൃത്യമായിട്ട് പ്രേമചന്ദ്രൻ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ബീഫ് എന്ന് പ്രയോഗിച്ചത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ്. അതിനകത്ത് റഹ്ന ഫാത്തിമ ശബരിമലയിൽ കയറി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ചില ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അതിന് പിന്നുള്ള വർഗീയ താല്പര്യമാണ് ഞങ്ങൾ തുറന്നു കാണിച്ചുള്ളത്. അതിന് ഞങ്ങൾ തുറന്നു കാണിക്കും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ 10 വർഷത്തിലേക്ക് കടക്കുന്ന ഒരു ഗവൺമെന്റിനെ, ആ ഗവൺമെന്റിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളും തെളിവുകൾ സഹിതമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡാറ്റയെ മുൻനിർത്തിയിട്ടോ ഉന്നയിക്കാൻ UDF നേതൃത്വത്തിന് കഴിയുന്നില്ല. വികസനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് സർക്കാരിനെതിരായിട്ട് 10 ആളെ കൂട്ടാൻ കഴിയുന്നില്ല. അപ്പം നേരത്തെ ഉന്നയിച്ച പല ആരോപണങ്ങളും തകർന്ന് തരിപ്പണമായപ്പോൾ അടുത്ത വഴി അവർ തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് പച്ച വർഗീയതയാണ്. ആ വർഗീയ കാര്യങ്ങൾ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ ശബരിമലയെ ഉപയോഗിക്കുന്നു. അതിനു വേണ്ടി നാമജപ യാത്ര നടത്തുന്നു, അതിനുവേണ്ടി വിശ്വാസ സംരക്ഷണ റാലി നടത്തുന്നു. അതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണോ ഇപ്പോൾ ഇവിടെ ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം? കേരള രാഷ്ട്രീയത്തിലെ ഗൗരവമായ പ്രശ്നമാണോ അത്? അപ്പോൾ യാതൊരു വിധത്തിലും തങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ക്ലച്ച് പിടിക്കാതെ വരുമ്പോൾ വിശ്വാസത്തെ കൂട്ടുപിടിച്ച് വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. RSS തോറ്റുപോകുന്ന വർഗീയതക്കാണ് ഇപ്പോൾ കേരളത്തിൽ UDFന്റെ നേതൃത്വം അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പ്രേമചന്ദ്ര പ്രസംഗത്തിൽ കൂടി, പ്രേമചന്ദ്ര വാക്കുകളിൽ കൂടി ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് പരിക്കേൽക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ശരി, ഷിബു ബേബി ജോണും പ്രതിപക്ഷ നേതാവ് VD സതീശനും 2 വേദികളിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ മാത്രം CPM-ന്റെ സൈബർ വെട്ടുകളികൾ എനിക്കെതിരെ കടുത്ത ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ശ്രീ NK പ്രേമചന്ദ്രൻ ഇന്ന് പറഞ്ഞത്. അങ്ങേക്ക് അതിനുള്ള മറുപടി കൂടി പറയാം. ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. സോയ ജോസഫ്, കേൾക്കാമോ?
ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ പ്രതികരണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ തന്നെ ഈ രണ്ട് പ്രസ്താവനകളിൽ ഇന്നിപ്പോൾ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോഴുള്ള പ്രതികരണവും ആദ്യത്തെ പ്രതികരണവും നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ജനുവരി മാസം 2-ാം തീയതിയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമല ചവിട്ടാൻ അല്ലെങ്കിൽ മല ചവിട്ടാനും അതിന് പോലീസ് അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായത്. RSPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബി ജോൺ ആണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. ബറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മല ചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 2018 സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ്, അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് 10 മണിക്കൂറിനുള്ളിലാണ് DGP അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാലായിലെ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ്. സർ ജോസഫ് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിന്റെ സഭാ പ്രസംഗങ്ങളിലൊക്കെ കണിശതയും കൃത്യതയുമുള്ള രാഷ്ട്രീയ നിലപാട്, സ്വന്തം എന്ത് രാഷ്ട്രീയ നിലപാടാണോ ഉള്ളത് അത് വളരെ ആർജവത്തോടു കൂടി പറയുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് തന്നെ കണ്ടിട്ടുള്ള ഒരാളാണ് ഇത്രയും കാലം. പക്ഷേ ഈ രണ്ട് പ്രതികരണങ്ങളിൽ അദ്ദേഹത്തിന് വസ്തുതാപരമായ പിശകുകൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ബിന്ദു അമ്മിണിയും കനകദുർഗയും ആണ് എന്ന് അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞത് രഹന ഫാത്തിമയും ബിന്ദു അമ്മിണിയും എന്നുള്ളതാണ്. കനകദുർഗ മാറി രഹന ഫാത്തിമയാകുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ സാമുദായിക ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് CPM-ന്റെ ഒരു വിമർശനം. രണ്ടാമത്തേത്, ഈ സംഭവം നടക്കുന്നത്, ഈ ബീഫും പൊറോട്ടയുമേ അത് നടക്കുന്നത് കോട്ടയം പോലീസ് ക്ലബിലാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും പുതുതായി നടത്തുന്ന പ്രതികരണത്തിലുള്ളത്. അന്ന് നടത്തിയത് പാലായിലെ ഗസ്റ്റ് ഹൗസിൽ എന്നുള്ളതാണ്. എവിടെ, ആര് എന്നീ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പിശക് പറ്റുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പറഞ്ഞത് ആർജവത്തോടെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്? അല്ല, ഇത് യഥാർത്ഥത്തിൽ ഇത്തരം ചോദ്യങ്ങളുടെ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം ചോദ്യങ്ങളുടെ തന്നെ സാങ്കേതികമായിട്ടുള്ള അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് എനിക്കും നിങ്ങൾക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് CPM-ന് ഇപ്പോൾ ഹാലളകുന്നതെന്നും പിന്നെ ഒരു സമയത്ത് അയ്യപ്പ ഈ ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞു പോയിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനെതിരായി നിന്നിരുന്ന ആളുകൾ ഇപ്പോൾ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് ശ്രീ പ്രേമചന്ദ്രൻ MP-യുടെ സഭാപ്രസംഗങ്ങൾ ഉൾപ്പെടെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം വളരെ കണിശതയോടുകൂടെ നേരത്തെ മാധു പറഞ്ഞതുപോലെ സംസാരിക്കുന്ന ഒരാളാണ്. അക്കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. കാരണം ഇതിൽ ഞാൻ പറയുന്നത് വ്യക്തിപരമായി മാറിപ്പോയതോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അത് ചികഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ CPM-ന്റെ ഇരട്ടത്താപ്പിനെ പഠിക്കാനല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നേരത്തെ ശ്രീ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ CPM-ന്റെയോ കോൺഗ്രസിന്റെയോ BJP-യുടെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വിഷയത്തിലുള്ള താല്പര്യപ്രകാരം നമുക്ക് എടുത്തു വെക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഏത് സ്വാഭാവികമായും അങ്ങേക്ക് പറയാം, കാരണം അങ്ങ് ആ രാഷ്ട്രീയം പറയാൻ വന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ചോദിക്കുകയും പറയുകയും വ്യത്യസ്തമായ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്യുന്നവരാണ്. ഇതിൽ സാങ്കേതികമായ ലോജിക്ക് എന്താണ് എന്നങ്ങ് ചോദിക്കുന്നു. ലോജിക്ക് നഷ്ടപ്പെടുന്ന ആർക്കാണ്? എവിടെ, ആര് എന്നുള്ളത് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ വളരെ കൃത്യമായി ഉത്തമ ബോധ്യത്തോടു കൂടി പറയേണ്ടതാണ്. എവിടെ എന്നതിലും ആര് എന്നതിലും തെറ്റ് പറ്റുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിനാണോ അതോ ആ പറഞ്ഞതിനാണോ ലോജിക്ക് ഇല്ലാതെ പോകുന്നത്?
അല്ല, അങ്ങനെയാണെങ്കിൽ ആദ്യം പരിശോധിക്കപ്പെടേണ്ടത് CPM മുന്നോട്ട് വെക്കുന്ന ലോജിക്കല്ലേ മാധു? ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ 2019 ഈ പറയുന്ന സ്ത്രീകൾ ആചാര സംരക്ഷണത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ആചാരം എന്നുള്ളത് പോലും തൂത്തെറിഞ്ഞുകൊണ്ട് നേരത്തെ ശ്രീ പ്രേമചന്ദ്രൻ MP പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കാരണം ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് കൈപ്പറ്റുന്നതിന് മുൻപ് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. അന്ന് ഇതിനൊക്കെ വേണ്ടി ഹാലിളകിപ്പോയിരുന്ന CPM എന്തിനാണ് അതേ പമ്പയിൽ, അതേ പമ്പാ തീരത്ത് വെച്ച് വീണ്ടും ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ ലോജിക്ക് എനിക്കൊന്ന് പറഞ്ഞു തരണം. അതിന്റെ ലോജിക്കാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനേക്കാൾ വലിയ ജോസഫ് ആ സമയത്ത് കോൺഗ്രസിന്റെ പാനലിസ്റ്റുകളൊക്കെ വന്നിട്ട് ഈ പറയുന്ന ഇരട്ടത്താപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ ദിവസം അത് ഉന്നയിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആദ്യം CPM-ന്റെ ഇരട്ടത്താപ്പല്ലേ നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത് അല്ല, ഒരു നിമിഷം. ആദ്യം CPM-ന്റെ ലോജിക്കില്ലായ്മയല്ലേ ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു വല്ലാത്ത പ്രിവിലേജ് എടുക്കലാണ്. ആദ്യം ഏതാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗിതവും താല്പര്യവും അനുസരിച്ച് നിർണ്ണയിക്കപ്പെടുന്നതല്ല. ഇവിടെ ഇപ്പോൾ ഈ വിഷയമാണ് എന്നുള്ളത് നമ്മൾ ഇതിന്റെ തലക്കെട്ടിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ പാനലിസ്റ്റുകളെ ചോദിക്കുന്ന സമയത്ത് എല്ലാം വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് ചർച്ച ചെയ്തതിന് ശേഷമേ ഇന്നിപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. അതല്ലേ ലോജിക്ക് എന്ന് ചോദിക്കുന്നത് ഞങ്ങൾ എന്തോ പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണ്, ഞങ്ങൾ ചോദ്യം ചോദിക്കാനുള്ളവരാണ്, ഞങ്ങൾ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരല്ല എന്ന പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ ബോധ്യത്തിൽ നിന്നാണ്. ഒരിക്കലുമല്ല. എനിക്ക് നിങ്ങൾ ഈ പറയുന്നത് പോലെ ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞതിൽ എന്ത് ലോജിക്കില്ലായ്മയാണ് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും ഒരേ പ്രസ്താവന തന്നെയാണ്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു നിലപാട് മാറ്റവും അദ്ദേഹം പറഞ്ഞില്ല. അങ്ങേക്ക് അതിലൊരു ആശയപ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് പ്രേക്ഷകർക്കും ഞാൻ ആ പ്രതികരണം ആവർത്തിച്ച് കേൾപ്പിച്ചതിന് ശേഷം അങ്ങയിലേക്ക് വന്നത്. ഒന്നിൽ പറയുന്നത് ബിന്ദു അമ്മിണിയും കനകദുർഗയും എന്നാണ്. ആദ്യത്തേതിൽ പറയുന്നത് രഹന ഫാത്തിമയും ബിന്ദു അമ്മിണിയും എന്നുള്ളതാണ്. ബിന്ദു അമ്മിണിയുടെ ഇന്നത്തെ പ്രതികരണത്തിൽ ഞാൻ രഹന ഫാത്തിമയ്ക്കൊപ്പം പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ രണ്ടുപേരെ കോട്ടയം പോലീസ് ക്ലബ്ബിൽ നിന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്തിട്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതികരണം. നേരത്തെ പറഞ്ഞത് ഈ രണ്ടുപേരെ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വിശ്വസിച്ചിട്ടാണ് എന്ന് പറയുക എന്ന് വിചാരിക്കുക. അപ്പോൾ പോലും പറയുന്നതിലൊരു സ്ഥിരത വേണമല്ലോ. സ്ഥിരതയില്ലാത്ത ആരോപണങ്ങൾ ജനം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഇത്തരത്തിൽ ഇത് വാസ്തവത്തിൽ ഈ പറയുന്നത് പോലെ ആരാണ് മല കയറിയത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ പൊതുവിടത്തിൽ നിൽക്കുന്നുണ്ടല്ലോ. ഒരാൾ പറഞ്ഞ അത്തരമൊരു വാക്കുകളിൽ പറഞ്ഞിട്ടുള്ള പേരുകളിൽ വന്നിട്ടുള്ള ചെറിയ പിശകുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവിടത്തിൽ നിൽക്കുന്ന ആളുകൾക്കറിയാം ആരാണ് മല ചവിട്ടിയതെന്നും ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് പോയതെന്നും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഈ പൊതുവിടത്തിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട്. ഇപ്പൊ പത്രസമ്മേളനത്തിൽ വിളിച്ച് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും ഇദ്ദേഹമല്ല എന്ന് പറഞ്ഞ് തിരുത്താനുള്ള ഔചിത്യമൊക്കെ നമുക്കുണ്ടായിരുന്നല്ലോ. അദ്ദേഹം തിരുത്തുമായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിൽ തിരുത്തപ്പെടാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ആ വിഷയത്തിന്റെ ആ മെറിറ്റിനപ്പുറത്തേക്ക് ഈ പറഞ്ഞു വെക്കുന്ന ഒരു വാദത്തിനപ്പുറത്തേക്ക് കേരളത്തിൽ ചർച്ചയാവേണ്ടത് വളരെ കൃത്യമായി ഇടതുപക്ഷം ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഈ പറയുന്ന സ്ത്രീകളുടെ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകേണ്ടതുണ്ട് എന്നുള്ള പേടിയിൽ നിന്ന് തന്നെയാണ് ഇത്തരം അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള അപ്പോഴും ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് പറഞ്ഞു, ഈ ചർച്ചയിൽ ഇത് മൂന്നാമത്തെ തവണയാണ്. കേരളത്തിൽ ചർച്ചയാവേണ്ടത് എന്താണ്, നമ്മൾ ചർച്ചയാവേണ്ടത് എന്താണ്, നമ്മൾ കാണുന്നത് എങ്ങനെയാണ് എന്ന് അങ്ങ് ഉത്തമ വിശ്വാസത്തോട് കൂടി പറയുന്നത് അങ്ങനെയല്ല. മുഴുവൻ ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ പിശകുണ്ട്. സോയ ജോസഫ്, ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് പറയാൻ അത് ബാധ്യതപ്പെടുക കൂടിയാണ്. ഇപ്പോൾ ഇത്രയും സ്വന്തം പ്രസ്താവന അതും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമായിരുന്നു. അത് മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്തമല്ല. സ്വന്തം പ്രതികരണം നാട്ടിൽ ഇത്രയും വലിയ വിവാദമാവുകയും അതിലൊരു ക്ലാരിറ്റി നൽകാൻ വേണ്ടി മറ്റൊരു വാർത്താ സമ്മേളനം നടത്തി വിളിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു 100 ആവർത്തി പോട്ടെ, രണ്ടാവർത്തി സ്വന്തം പ്രതികരണം അദ്ദേഹം കേട്ടിട്ടുണ്ടാകണം. അപ്പോൾ ഈ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതല്ലേ കൃത്യമായി എന്ന് അങ്ങ് ചോദിക്കുന്നത് പോലെ അയ്യോ അന്ന് ഞാനൊന്ന് പറയട്ടെ ചോദിക്കുന്നതല്ല, ഞാനൊന്ന് പറയട്ടെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്.
ഞാൻ പറഞ്ഞു വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അങ്ങനെ സ്വന്തം പ്രതികരണം ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ക്ലാരിറ്റി നൽകാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ ആ പറഞ്ഞതിൽ, ഞാൻ അന്ന് പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ, നേരത്തെ അങ്ങ് പറഞ്ഞ ലോജിക്കലായ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ശ്രീ എൻ കെ പ്രേമചന്ദ്രനാണ്. അന്നപ്പോൾ ഈ പറയുന്ന കനകദുർഗയ്ക്ക് പകരം രഹന ഫാത്തിമ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പാലായിലെ കോട്ടയത്തെ പോലീസ് ക്ലബിന് പകരം പാലായിലെ ഗസ്റ്റ് ഹൗസ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള വ്യത്യാസം ഒറ്റ തവണ കേൾക്കുമ്പോൾ എനിക്കടക്കം അങ്ങ് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടതിന് ശേഷമല്ല തിരുത്തുവേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യമായി ചോദിച്ചതല്ല. മനു, അതിനിടയിൽ ഉണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അത് അയ്യപ്പനെയും വാവരെയും ഒരുപോലെ കാണാൻ RSSന് കഴിയാത്തത് കൊണ്ടാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. മല ഇറങ്ങാതെ വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ UDFന് യുവതീ പ്രവേശനം ചർച്ചയാകുന്നതിൽ സന്തോഷമുണ്ട് എന്ന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നു. നിങ്ങൾക്ക് എന്താണ്? സന്തോഷമാണോ സുവർണാവസരമാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനം ഏതാണെന്ന് പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുപോലെ തന്നെ അതിൽ വിശ്വസിക്കുന്ന ഹിന്ദു സംഘടനകളാണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അങ്ങ് ചോദിച്ചൊരു ചോദ്യം, അയ്യപ്പൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ വാവരുണ്ടോ വാവരില്ലേ എന്നുള്ള ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ്? അതിൻ്റെ എല്ലാം പിന്നിലുള്ള താല്പര്യം എന്താണ്? ഡിവൈഡ് ആൻഡ് റൂളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവർക്ക് അയ്യപ്പനുണ്ട്, ഈശ്വരനുണ്ട്, അവിടെ ഒരു വിശ്വാസ സങ്കല്പമുണ്ട് എന്നുപോലും വിശ്വസിക്കാത്ത പിണറായി വിജയൻ ഇതല്ല ഇതിനപ്പുറവും പറയും. പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ പ്രവർത്തനം നടത്താമെന്ന് ഞങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഇവിടെ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞല്ലോ, ബീഫ് വാങ്ങിക്കൊടുത്ത് പൊറോട്ട വാങ്ങിക്കൊടുത്ത് ശബരിമലയിൽ കൊണ്ടുവന്നു എന്നുള്ളത്. ഇതേ സമയത്ത് ഈ UDF എവിടെയായിരുന്നു? ഈ ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി, ശബരിമലയെ തകർക്കാൻ വേണ്ടി, ശബരിമലയിലെ വിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി LDFൻ്റെ നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ നടപ്പിലാക്കിയ ഓരോ കാര്യങ്ങളും ദൃശ്യങ്ങൾ സഹിതം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ആ വിഷയങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി ശക്തമായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ നേരിട്ടൊരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഞങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഇവിടെ പറഞ്ഞു UDF എവിടെയായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. UDF ആ കാലഘട്ടത്തിലെല്ലാം അത് നടക്കട്ടെ എന്ന് തീരുമാനിച്ചവരാണ്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് ഇന്ത്യ മുന്നണി എന്ന നിലയിൽ പ്രവർത്തിച്ചവരാണ്. എന്തേ എൻ കെ പ്രേമചന്ദ്രനും കോൺഗ്രസിനും തോന്നിയില്ല ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണ്ട എന്ന് തോന്നിയില്ല? ഈശ്വരനില്ല എന്ന് പറഞ്ഞ് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് പിന്താങ്ങുന്ന സമീപനങ്ങളോടൊപ്പം പോയവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് ഇന്ന് വൈകി വന്ന വിവേചനമല്ല, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയും വിശ്വാസങ്ങളുമെല്ലാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ വിശ്വാസങ്ങൾ പുലർത്തിപ്പോകുന്ന ഒരു സമൂഹമാണ്, അതിൽ വിശ്വസിക്കുന്നൊരു വിഭാഗമാണ്. ആ നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ നാട്ടിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്ന, ആചരിച്ചു പോകുന്ന ആചാരങ്ങളുടെ ഭാഗമാണ്. ഈ ആചാരങ്ങളൊക്കെ ലംഘിക്കണം എന്ന് പറയുകയും അവിടെ ഇരുട്ടിൻ്റെ മറകിൽ സ്ത്രീകളെ അവിശ്വാസികളെ ഏതെങ്കിലും ഒരു സ്ത്രീ സമൂഹം വർഷങ്ങളായ അയ്യനെ കാണാൻ കാത്തിരുന്ന് നോമ്പ് നോറ്റ് അയ്യനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ എന്തെങ്കിലും ഒരു വിപ്ലവകരമായ ആചാരപരമായ ഒരു കാര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗം മുന്നിൽ വന്നതല്ല. ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത അയ്യപ്പൻ ശബരിമലയൊക്കെ കള്ളമാണ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഇത്തരം കേരളത്തിന് പുറത്തു നിന്ന് വന്ന ഈ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നാടിന്റെ നിയമമാണ് എന്ന് വിചാരിക്കുന്ന കേരളത്തിന് പുറത്ത് നിന്ന് വന്ന സ്ത്രീ തീർത്ഥാടകരുണ്ട്. അവരെ അടക്കം ആ പ്രക്ഷോഭത്തിൽ അവർക്കടക്കം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകേണ്ടിയും വന്നു. അതുകൂടി ഉൾക്കൊണ്ട് സംസാരിക്കണം. തീർച്ചയായും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടുത്തെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നത് ആര്? നിങ്ങൾ 1000 തവണ BJPയെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ശത്രുപക്ഷത്ത് നിർത്താൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ BJPയെ പിന്തിരുപ്പന്മാരാണെന്ന് പറയാൻ ശ്രമിച്ചപ്പോഴും 1 ഇഞ്ച് പുറകോട്ട് പോകാതെ ആ പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ നിന്ന് ശരിയായ വിശ്വാസികളോടൊപ്പം ചേർന്ന് നിന്ന പ്രസ്ഥാനമാണ് BJP. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ആത്മവിശ്വാസം, അതുകൊണ്ടാണ് ഞങ്ങൾ തല ഉയർത്തി ഇന്ന് ആചാര സംരക്ഷണം നടത്തുമ്പോഴും അയ്യപ്പ സംഗമം നടത്തുമ്പോഴും പദയാത്ര നടത്തുമ്പോഴും ഞങ്ങൾ ഇന്ന് തല ഉയർത്തി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തുടക്കം മുതൽ ഈ വിഷയത്തിൽ വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടി സമീപനം സ്വീകരിച്ച ഒരു സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി. എന്നാൽ UDF, കോൺഗ്രസ് അങ്ങനെയല്ല. തുടക്കം മുതൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് സുവർണാവസരം എന്നുള്ളതായിരുന്നു. ആ തുടക്കം മുതൽ എന്ന് പറയുന്നത് രാഷ്ട്രീയമായുള്ള സാധ്യത തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ എന്നുള്ളതാണോ? രാഷ്ട്രീയപരമായ സാധ്യത തിരിച്ചറിഞ്ഞപ്പോൾ മുതലല്ല. ഞങ്ങളെ
മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്കെതിരായിരുന്നു. ഞങ്ങൾ ഇത്തരം സമരത്തിൽ ഇറങ്ങുന്നത് പിന്തിരിപ്പന്മാരാണ്, പുരോഗമനത്തെ എതിർക്കുന്നതാണ്, സ്ത്രീ സമൂഹത്തിനെ എതിർക്കുന്നവരാണ് എന്നുള്ള നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഞങ്ങൾക്ക് നേരെ വിടും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയ മിണ്ടാതിരിക്കാം, കുറച്ച് നല്ല വാക്ക് മാധ്യമങ്ങൾ പറയട്ടെ, അങ്ങനെ കേട്ട് നൈസിലെ മുന്നോട്ട് പോകാം, അങ്ങനെ തീരുമാനിച്ചവരല്ല. നിങ്ങൾ ഞങ്ങളെ ശക്തമായി എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കാൻ വേണ്ടി എന്നുള്ളതല്ല മാധ്യമങ്ങളുടെ നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എതിരെ സംസാരിച്ചു, നിങ്ങളെ അനുകൂലിച്ചില്ല എന്നൊക്കെ പറയുന്നത് നിന്നപ്പോഴും ആ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ശക്തമായി പറഞ്ഞോട്ട് മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനം BJP ആണ്. ഇന്നും അതിന്റെ ഭാഗമായിട്ട് കേസുകളിൽ പ്രതിയായിട്ടുള്ള സംഘപ്രസ്ഥാനങ്ങളിലുള്ള ആളുകളാണ്. നിരവധി കേസുകളിൽ ഇന്നും പ്രതിയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടത് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. എന്നാൽ ഞങ്ങളെ കലാപകാരികളെന്ന് വിളിച്ച് ഈ നാട്ടിൽ പ്രതിഷ്ഠിക്കാനുള്ള പരിശ്രമം നടത്തിയവരാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. BJP കലാപകാരികളാണെന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ ഉൾപ്പെടെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. ജനം തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ അല്ല ഇല്ല അങ്ങനെയൊന്നുമല്ല, കണ്ടിട്ടോ കേട്ടിട്ടില്ല. പിന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞൊരു പ്രസ്താവന അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ CPM നേതാക്കൾ എന്ന്. അങ്ങ് ഏതെങ്കിലും ഒരു CPM-ന്റെ നേതാവ് അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു മാത്രമല്ല അയ്യപ്പനില്ല എന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? ഇവിടുത്തെ ദേവസ്വം മന്ത്രിയാണോ? അങ്ങ് പറഞ്ഞത് അതല്ല, അങ്ങ് പറഞ്ഞത് അയ്യപ്പനില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഗണപതിയുടെ കാര്യമാണോ ഇവിടെ പറഞ്ഞത്? ഞാൻ പറയാം, ഇങ്ങനെ പറഞ്ഞവരുണ്ട്, വിശ്വാസങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞ ആളുകൾ. അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞാണെങ്കിൽ എന്ന് പറഞ്ഞവരാണ് എന്ന് പറഞ്ഞാണ് ചർച്ച തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഗണപതി ഇല്ല, ആരാണ് പറഞ്ഞത്? ഗണപതി അല്ലേ? നോക്കൂ, ഗണപതിയുടെ കാര്യം ഞാൻ പറയട്ടെ, അവിടെ നിൽക്കുന്നത് അതിരിക്കുന്നത് ഒരു ബുദ്ധ പ്രതിമയാണെന്നും ഇത് വേറെ എന്തോ ആണെന്നും പല പേരുകളിലും നിരീക്ഷണങ്ങളിലും ഈ സമയത്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പല ചർച്ചകളും. അതെങ്ങനെയാ ചോദിക്കുന്നത്? ഇത് മാധു അല്ല എന്ന് പറയും. ഇവിടെ ഇരിക്കുന്നത് മറ്റൊരാളാണെന്ന് പറഞ്ഞാൽ മാധു അല്ല എന്നല്ലേ ഞാൻ അർത്ഥം? അവിടെ ഇരിക്കുന്ന അയ്യപ്പനല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നത് മാധു അല്ല എന്ന് പറയണമെന്നുണ്ടോ? അവിടെ ഇരിക്കുന്നത് ബുദ്ധൻ സ്ഥാപിച്ച മറ്റൊരു പ്രതിഭയാണെന്ന് പറഞ്ഞ ചർച്ചകൾ ഉണ്ടായിട്ടില്ലേ? ഈ പ്രശ്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ചർച്ചകൾ. ഞാനത് ഫാക്ട് എടുത്ത് നിങ്ങൾക്ക് അയച്ചുതരാം, നിങ്ങൾ കാണിച്ചോളൂ. ആ സമയത്ത് അല്ല, നമ്മൾ ഒരു കാര്യം ഈ ചർച്ചയുടെ തുടക്കം മുതൽ പറയണം. അങ്ങനെ പറയാൻ വേണ്ടിയാണെങ്കിൽ പറയാം. ശരി, ഓക്കെ. പിണറായി വിജയൻ ഗുരുസ്വാമിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈശ്വര വിശ്വാസികളാണ്. ഞാൻ പറയാത്ത കാര്യം വളരെ സിമ്പിൾ ആയി ചോദിച്ച ഒരു കാര്യമാണ്. അയ്യപ്പ വിശ്വാസമല്ല, അത് ഈ വിശ്വാസമല്ല. എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാന്നേ. VK സനോജ് ഇവിടെ ഇരിക്കുകയല്ലേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞവരല്ലേ എന്ന് ഞാൻ മനു പറഞ്ഞ കാര്യം കോട്ട് ചെയ്ത് പറയാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവിടെ ഇരിക്കുന്നത് അയ്യപ്പ വിശ്വാസം അല്ല എന്ന് പറഞ്ഞവരില്ലേ? അവിടെ സ്ത്രീകളെ കയറ്റിയില്ലെന്നാണ് അത് പറയുന്നത്. സ്ത്രീകളെ കയറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അവിടുത്തെ വിശ്വാസം സ്ത്രീകൾ കേറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. തിരുത്തുന്നു, സ്ത്രീകൾ കേറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അവിടുത്തെ വിശ്വാസങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്ന് ഞാൻ പറഞ്ഞു മനു പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാത്ത കാര്യമാണ് മനു പറയുന്നത്. മനു പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാത്ത കാര്യമാണ് മനു പറയുന്നത്. അത് രണ്ടും ഒരു തട്ടിൽ വെച്ച് തൂക്കാൻ പറ്റില്ല. അത് രണ്ടും, ഒരാൾ പറഞ്ഞ കാര്യവും മറ്റൊരാൾ പറയാത്ത കാര്യവും ഒരു തട്ടിൽ വെച്ച് തൂക്കാൻ കഴിയില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, NK പ്രേമചന്ദ്രൻ ഇന്ന് നടത്തിയ പ്രസ്താവന, അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് അവിടേക്ക് ബീഫും പൊറോട്ടയും വാങ്ങി നൽകി സ്ത്രീകളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇത് നോക്കൂ, അവിടെ സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് അവിടേക്ക് എത്താൻ കഴിയും നിയമപരമായി എന്ന് വിചാരിച്ച് അവിടേക്ക് സ്ത്രീകൾ വന്നു. വലിയ പ്രതിഷേധമുണ്ടായി, പ്രക്ഷോഭമുണ്ടായി, ക്രമസമാധാന പ്രശ്നമുണ്ടായി. അതിൽ അവർക്ക് പിന്തിരിഞ്ഞ് പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായി, അവർ അക്രമം നേരിട്ടു. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. പക്ഷേ അതിന് പിന്നീട് ഒരു സമവായത്തിന്റെ ഭാഷയുണ്ടായി. എന്തുകൊണ്ടാണ് യുവതീ പ്രവേശനം ചർച്ചയാകുന്നത് ഇപ്പോഴും സന്തോഷമുണ്ടാകുന്ന സാഹചര്യമായി മാറുന്നത്? ശരി മധു, 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് ശബരിമല. 4-1 എന്ന തെറ്റായ സുപ്രീം കോടതി വിധി ഭക്തർ പോരാട്ടത്തിലൂടെ മറികടന്നതാണ്, ജനാധിപത്യത്തിലൂടെ മറികടന്നതാണ്. ഇതിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ മുത്തശ്ശി ശബരിമലയിൽ വെച്ച് ദേവകി അന്തർജനമാണ്. 2ാമത് എൻ്റെ അമ്മ മല്ലികാ നമ്പൂതിരിയാണ്. 3ാമത് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറുമാണ്. 2006-2007 ഈ പോരാട്ടം ഞാൻ തുടങ്ങിയതാണ്. 18 വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാ പാർട്ടികളുടെയും എല്ലാ കാലത്തെയും നിലപാട് കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പം എല്ലാ പാർട്ടികളും അനുകൂലമാണ്. അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം കൂടിയാണ്. ശബരിമലയ്ക്ക് വേണ്ടി 3-4 പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് 2-3 ആഴ്ച ജയിലിൽ കിടന്നൊരു വ്യക്തി കൂടിയാണ്.
രണ്ടാമത്തെ പോയിന്റ്, ശ്രീമതി ബിന്ദു അമ്മിണിയോട് അവരെ കായികമായി ആക്രമിച്ചപ്പോൾ പബ്ലിക്കലി ഞാൻ അപ്പോളജി പറഞ്ഞ വ്യക്തി കൂടെയാണ്. ബിന്ദു അമ്മിണി എന്ന വ്യക്തിയോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ ബിന്ദു അമ്മിണി ചെയ്ത ഭക്തരെ പ്രകോപിപ്പിക്കാനുള്ള നിലപാട് തെറ്റാണ്. അത്തരം കാര്യങ്ങളിൽ യാതൊരു സംശയവും വേണ്ട. 3, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ഒരു കാര്യം 100% സത്യമാണ്. വാവരും അയ്യപ്പനും ഉണ്ട് എന്നുള്ളത് പന്തളം കൊട്ടാരം, ചരിത്രരേഖകൾ, NSS, തന്ത്രി, ഹൈക്കോടതി വിധി അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. വാവരെ നിഷേധിക്കുന്നത് അയ്യപ്പനെ നിഷേധിക്കുന്നത് തന്നെയാണ്. ഞാൻ CPM വിരുദ്ധനാണ്, അത് വേറെ. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് 100% ശരിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും ഈ വിഷയത്തിൽ ശ്രീ മനു പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ചോദിച്ചല്ലോ എന്നാണ് അത് പറഞ്ഞതെന്ന്. 12 നവംബർ 2018 ഹർഷൻ അഡീഷണൽ സെക്രട്ടറി ടു കേരള ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റിൽ ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ടെന്നും ശരണം അങ്ങനെ വന്നതാണെന്നും കേരള ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇല്ലാന്നൊന്നും പറയണ്ട. കേരള ഗവൺമെന്റ് കൊടുത്ത 12 നവംബർ 2018 NDTV അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷക്കാർക്ക് പണ്ടേ ഇതൊന്നും ഹിന്ദു അല്ല എന്ന് പറയാനൊരു താല്പര്യമുണ്ട്. അത് തെറ്റാണ്, 100% വ്യാജമാണ്. അതായത് നോർത്ത് ഇന്ത്യയെ കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെ എന്താണ് ഹിന്ദു ക്ഷേത്രമാണെന്ന് തീവ്ര വലതുപക്ഷക്കാർ കള്ളം പറയുന്നത് പോലെ ഇവിടെ നേരെ തിരിച്ച് കാണുന്ന എല്ലാ ഹിന്ദു ക്ഷേത്രത്തിന്റെ എന്താണ് ബുദ്ധക്ഷേത്രമാണെന്ന് തീവ്ര ഇടതുപക്ഷക്കാർ കള്ളം പറയുന്നതാണ്. ഇവിടെ 2 വിഷയങ്ങളാണ് പ്രധാനം. ഒന്ന്, ഇതിന്റെ ആത്മാവ് CPM-ഉം കോൺഗ്രസും BJP-യും പരസ്പരം അടികൂടേണ്ട ആവശ്യമില്ല. ഈ വിഷയം ഏറ്റവും നന്നായി പഠിച്ചു പറഞ്ഞത് അന്ന് ഒക്ടോബർ 2018 അന്നത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തല കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡിന് കളമൊരുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ശബരിമല വിധിന്യായം വന്നത്. ആ പോയിന്റിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇനി പ്രേമേന്ദ്രൻ സാറിനെ കുറിച്ചൊരു വാക്ക്. ഞാൻ പ്രേമേന്ദ്രൻ സാറിന്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിന്റെ ചെരുപ്പെടുത്ത് കൂടെ നടക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. പക്ഷേ ബീഫ് അടക്കമുള്ള പരാമർശങ്ങൾ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കണം. കാര്യം അനാവശ്യമായ അതിവൈകാരികതയിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. കനകദുർഗയും ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും വരുന്നത് 100% തെറ്റാണ്. വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കിയ കാര്യമാണ്. അതിനെതിരെ പ്രതിഷേധിക്കണം. ഞാൻ എന്റെയൊക്കെ നെഞ്ച് ചവിട്ടി ഇവിടെ യുവതികൾ മനുപ്രസാദ് പറഞ്ഞ കാര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അങ്ങ് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നതും അതിന് ഉപോത്ബലമായ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നതും എനിക്ക് മനസ്സിലാകും. കാരണം ഈ ചർച്ചയിൽ അങ്ങ് പറഞ്ഞു അങ്ങ് ഒരു CPM വിരുദ്ധനാണ് എന്നുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനെതിരെ ഉയരുന്ന ഒരു ആരോപണത്തെ സാധൂകരിക്കാൻ ആവശ്യകത അങ്ങേക്കുണ്ടാകും. അങ്ങ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ എന്താണ്? ശബരിമല ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്നുള്ളത്. ശബരിമല ബുദ്ധക്ഷേത്രമാണ് എന്നുള്ളതല്ല. ഇനി ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്നുള്ളത് ഒരു നിമിഷം അയ്യപ്പൻ ഇല്ല എന്ന പരാമർശം നടത്തി എന്നാണ് മനുപ്രസാദ് പറഞ്ഞത്. ശബരിമല ഞാനൊന്ന് പറയട്ടെ. ശബരിമല ക്ഷേത്രം അല്ല, ശബരിമല എന്ന് പറയുന്ന മേഖല. അപ്പോൾ അത് പണ്ടൊരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് CPM പറഞ്ഞിട്ടുണ്ട് എന്നല്ല മനുപ്രസാദ് പറഞ്ഞത്. ഒരു മിനിറ്റ്, എനിക്ക് 2 പേരോട് ഒരേ സമയത്ത് സംസാരിക്കാനും പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത തരത്തിൽ താല്പര്യമില്ല. ഞാനിവിടെ മിണ്ടാതെ ഇരിക്കും. നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടേയിരിക്കും. ഞാനൊരു ഒറ്റ അക്ഷരം ഇടില്ല. അങ്ങനെ തർക്കമുണ്ടാക്കി പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ശരി, അങ്ങനെ തർക്കമുണ്ടാക്കി പോകാൻ സമ്മതിക്കുകയില്ല. മനു ആ പ്രസ്താവന പിൻവലിക്കണം. ഒരു നിമിഷം. മനു ആ പ്രസ്താവന പിൻവലിക്കണം. അത് ജനാധിപത്യപരമായ കാര്യമല്ല. മനു BJP-കാരനാണ്. അതുകൊണ്ട് മനുവിന് എത്ര കള്ളവും പറയാനുള്ള അവകാശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ജനാധിപത്യപരമാണ്. ചോദിക്കുന്നത് അവിടെ നിൽക്കട്ടെ. മനു ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം റേറ്റിംഗ് ഒന്നുമല്ല. ഞാൻ വളരെ സമാധാനപൂർവ്വം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ഒരാളാണ്. വളരെ സമാധാനപൂർവ്വം. മനു എന്നോട് പറഞ്ഞ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ മാധുവിന്റെ ഉദാഹരണം ഞാൻ വരാം അങ്ങേലേക്ക്. ഞാൻ വരാം. ഒറ്റ നിമിഷം. അങ്ങയോട് ആ ചെയ്യുന്നത് നീതിപൂർവ്വമല്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മനു അതിൽ ഉറച്ചു നിൽക്കുകയാണ്. മാധു ആങ്കറാണ്. അതുകൊണ്ട് മധുവിന് എത്ര കള്ളം വേണമെങ്കിലും പറയാം. ഞാൻ അതേ നാണയത്തിൽ പറയുന്നു. മനു BJP-കാരനാണ്. അതുകൊണ്ട് മനുവിന് എത്ര കള്ളം വേണമെങ്കിലും പറയാം. ശ്രീ രാഹുൽ ഒരു സെക്കൻഡ്. ഞാൻ രാഷ്ട്രീയപരമായി പറയുന്ന ആളല്ല. പക്ഷേ കേരള ഗവൺമെന്റും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വർഷങ്ങളായിട്ട് കേരളത്തിലും ഉള്ള പല സ്ഥലങ്ങളിലുമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളുടെ എല്ലാം താഴെ ബുദ്ധക്ഷേത്രങ്ങളാണെന്ന് പറയുന്നുണ്ട്. കേരള ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിൽ ഞാൻ കോട്ട് ചെയ്താണ് വായിച്ചത്. M. ഹർഷൻ പറയുന്ന അഡീഷണൽ സെക്രട്ടറി കൊടുത്തതിൽ ശബരിമല വാസ് എ ബുദ്ധിസ്റ്റ് ടെമ്പിൾ, there is a school of thought like this എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം വളഞ്ഞ വഴിയിലൂടെ അയ്യപ്പൻ ഇല്ലെന്ന് പറയുകയാണ്. CPM-കാർക്ക് തന്നെ അറിയാം അത് കള്ളമാണെന്ന്. പക്ഷേ അങ്ങനെ പറയുന്നൊരു തീവ്രധാര, ഇടതുധാര നമ്മുടെ നാട്ടിലുണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടക്കണ്ട. ഏതുപോലെ
എന്ന് പറഞ്ഞാൽ കാണുന്ന എല്ലാ മുസ്ലിം പള്ളികളുടെയും താഴെ ശിവലിംഗം ഉണ്ടെന്ന് പറയുന്ന പച്ചക്കള്ളം പറയുന്ന നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരുടെ മറുവശം. ഇങ്ങനെ ഒരു ധാരയുണ്ട് എന്ന കാര്യം നമ്മൾ ആൾക്കാരുടെ അല്ല, കാര്യം ഇത് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ആയിട്ട് കൊടുത്തതാണ്. എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞ് എനിക്കൊന്ന് തീർക്കാൻ അവസരം തരണം. ഇന്ന് നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്ന സമയം എന്താ? ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയറുന്നുണ്ട്. ശബരിമലയിൽ യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട്. സുപ്രീം കോടതിയുടെ വിധി തെറ്റായിരുന്നു. കടകംപള്ളി സാർ പോലും പറഞ്ഞു, അതായത് CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന കടകംപള്ളി സാർ ഈ വാക്കുകളിൽ തന്നെ അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞു, സുപ്രീം കോടതിയുടെ വിധി തെറ്റായിരുന്നു. അത് തെറ്റായൊരു വിധിയാണ്. ഞാൻ മാധുവിന്റെ പരിപാടിയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ഒരു മാനിപ്പുലേഷനാണ് ആ വിധി. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ കളമൊരുക്കിയതാണെന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളിത് പറയുമ്പോൾ അതാണ് പ്രേമേന്ദ്രൻ സാറിന്റെ ആരാധനയാണ് ഞാൻ. പക്ഷേ ബീഫ് അടക്കമുള്ള അതിവൈകാരികമായ വിഷയങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം സാധാരണ ജനങ്ങൾ ഒന്നാമത് ഇത് തന്നെ അജിറ്റേറ്റഡ് ആണ്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും മറ്റു കാരണങ്ങളും കാരണം. അപ്പോൾ അനാവശ്യമായി നമ്മൾ ഓവർ ഇമോഷണലൈസ് ചെയ്യണ്ട. നേരെ തിരിച്ച് പ്രേമേന്ദ്രൻ സാറാണ് നമ്മുടെ ലോകസഭയിൽ ശക്തമായിട്ട് ഇത് ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുകയും മറ്റും ചെയ്തത്. അതിന് അന്ന് കുമ്മനം രാജശേഖരൻ ചേട്ടൻ അടക്കം ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നമുക്കിപ്പോഴും ശബരിമലയിൽ നിയമപരമായിട്ടൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. അതായത് ശബരിമല ഇനി യുവതികൾ കയറാൻ പോണില്ല, അത് വേറെ. സുപ്രീം കോടതിയല്ല, അങ്ങനല്ല, ആരെന്ത് തീരുമാനിച്ചാലും ശബരിമല യുവതികൾ കയറൂല. പക്ഷേ നിയമപരമായ ഒരു പരിരക്ഷ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത് നടത്തിയെടുക്കാനുള്ള ഒരു നീക്കം കൂടിയാകണം. ശബരിമലയെ അമിതമായി രാഷ്ട്രീയവൽക്കരിക്കും. ശ്രീ രാഹുൽ ഈശ്വർ 8 മണി വരെയാണ് ഈ ചർച്ചയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞത്. സുപ്രീം കോടതിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങ് പൂർത്തീകരിക്കാതെ പോയ ആ സെന്റൻസിനെ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തോടുള്ള ബഹുമാനമായി, അതുകൊണ്ട് ആ വാക്ക് ശരി, ആ വാക്ക് നീതിന്യായവും ജനാധിപത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് നാട്ടിൽ കോടതിയുള്ളത്, സുപ്രീം കോടതി എന്ന് അതിനെ പറയുകയും ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ അങ്ങയോട് നേരത്തെ ചോദിക്കാൻ പോയ ഒരു കാര്യം സംശയലേശം എന്നെ വ്യക്തമാക്കിക്കൊണ്ട് ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് ഇടത് ആശയങ്ങളുടെ അടിച്ചേൽപ്പിക്കൽ ആണ് എന്ന് സംഘപരിവാർ മേഖലയിൽ നിന്നും മറ്റ് വലത് നിരീക്ഷകരുടെ ഭാഗത്തു നിന്നുമൊക്കെ അന്ന് തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിച്ചത്. അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞവരാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ അതാരാണ് ചോദിച്ചത്, അതിനെതിരെയും അല്ല ഞാൻ പറഞ്ഞത്, ആരാണ് അങ്ങനെ പറഞ്ഞത് എന്നൊരൊറ്റ ചോദ്യം മാത്രമാണ് ഉന്നയിച്ചത് എന്ന് വ്യക്തത വരുത്താൻ വിചാരിക്കുന്നു. ഇടവേള. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ VK സനോജ്, അന്ന് പ്രശ്നമുണ്ടായപ്പോൾ കോടതി വിധിയുടെ പകർപ്പ് പോലും കിട്ടുന്നതിന് മുൻപ് യുദ്ധകാലാടിസ്ഥാനത്തിൽ DGPയുടെ അടക്കം മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഇവിടെയും ആവർത്തിക്കപ്പെട്ടു ആ പരാമർശം. NK പ്രേമചന്ദ്രന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഇവിടെയും ആവർത്തിക്കപ്പെട്ടു ആ പരാമർശം. അപ്പോൾ അത്തരത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ യുവതികളെ കൊണ്ടുപോയി എത്തിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു സർക്കാരാണ് പിന്നീട് അയ്യപ്പ സംഗമം അടക്കം നടത്തുന്ന ഘടകവിരുദ്ധത പ്രകടമാക്കുന്നത് രാഷ്ട്രീയമായി. അതുകൊണ്ട് അത് തുറന്നു കാണിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകും. അത് ഞങ്ങളുടെ രാഷ്ട്രീയ ദൗത്യമായി കാണുന്നു എന്നാണ് ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞത്. എന്ത് തുറന്നു കാണിക്കാൻ? NK പ്രേമചന്ദ്രനും ഈ BJPയുടെ വക്താവെല്ലാം പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പോൾ BJPയുടെ വക്താവിനോട് ചോദിക്കാനുള്ളത്, അന്ന് സുവർണാവസരം ഇത് നഷ്ടമായിക്കൂടാ എന്ന് പ്രസംഗിച്ച ഒരു നേതാവുണ്ടല്ലോ, ആ നേതാവ് ഇപ്പോൾ എവിടെയാ? ഏത് സംസ്ഥാനത്തെ ഗവർണറാണ്? അന്ന് അദ്ദേഹത്തിന് ഈ കേരളത്തിൽ എന്തായിരുന്നു BJPയുടെ ചുമതല? എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഇതെല്ലാം ആർക്കാണ് അറിയാത്തത്? BJPയുടെ നേതാവ് ഇപ്പോൾ അതിന് വലിയ വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ച് പറയല്ലേ. എന്ത് വിശ്വാസ സംരക്ഷണം? നിങ്ങളുടെ മാതൃസംഘടന ഉണ്ടല്ലോ RSS 2018 സെപ്റ്റംബർ 29 നടത്തിയ പ്രസ്താവന എന്തായിരുന്നു? RSSന് ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് കാര്യത്തിൽ അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന നിലപാടെന്തായിരുന്നു? അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. RSSന് അന്നത്തെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. RSSന് നേരത്തെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ കയറിക്കോട്ടെ എന്ന നിലപാടായിരുന്നു. ഇവരുടെ മുഖപത്രമായിട്ടുള്ള ജന്മഭൂമി പത്രത്തിനകത്ത് 1ാമത്തെ പേജിൽ ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് വന്ന വാർത്ത വേണമെങ്കിൽ ഞാനിപ്പോൾ അയച്ചു തരാം. അപ്പോൾ വിശ്വാസ സംരക്ഷണം, ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് കേരളത്തിലേക്ക് RSS വന്നത് എന്നത് നല്ലതുപോലെ നമുക്കറിയാം. അതുകൊണ്ട് മനു പ്രസാദ് വിശ്വാസികളെ ഓർത്ത് വല്ലാതെ അങ്ങ് ബേജാറാവല്ലേ. പിന്നെ കോൺഗ്രസിൻ്റെ വക്താവും വലിയ ആവേശത്തിൽ ഇവിടെ പലതും പറയുകയാണ്. കോൺഗ്രസ് വക്താവിനോട് ചോദിക്കാനുള്ളത്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ബെഞ്ചിന് വിധി വന്നതിന് ശേഷം നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ പ്രസ്താവന എന്തായിരുന്നു? എപ്പോഴാണ് നിങ്ങൾ ആ നിലപാട് മാറ്റിയത്? നിലപാട് മാറ്റിയത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്, വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയാണ്, 4 വോട്ട് ഇത് വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തി. ഇതെല്ലാം നമ്മൾ കേരളത്തിൽ കണ്ടു. ഇപ്പം ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ UDF നേരത്തെ ഉന്നയിക്കാത്ത ഒരു കാര്യം, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നേരത്തെ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്ത ഒരു കാലത്ത് പോലും ഉന്നയിക്കാത്തൊരു വിഷയം
ഈ പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ഉന്നയിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്. പ്രേമേന്ദ്രന്റെ വായിൽ കൂടി വന്നത് UDFന്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്, ഒരു തർക്കവുമില്ല. അതിനകത്ത് ബിന്ദു അമ്മണിയുടെ പേര്, ബീഫ് അല്ലെ, രഹിന ഫാത്തിമ ഒരു മുസ്ലിം പദം കൊണ്ടുവരുന്നു. ഇതെല്ലാം വളരെ ബോധപൂർവം കൊണ്ടുവന്ന കാര്യമാണ് എന്ന് അറിയാത്തത് ആർക്കാണ്? അപ്പൊ ഇതിനകത്ത് ഒരു ഗൗരവമായ ഒരു ചർച്ച വരുമ്പോൾ പഴയ പല കാര്യങ്ങളെക്കുറിച്ചും ചൂണ്ടിക്കാണിച്ച് വിശ്വാസികൾക്കാകെ എതിർ നിൽക്കുന്നവരാണ് CPM എന്ന നിലയ്ക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. BJPയുടെ ലക്ഷ്യം എന്താണ്? BJPയുടെ ലക്ഷ്യം വിശ്വാസി സമൂഹം, ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസി സമൂഹവും വോട്ട് ചെയ്യുന്നത് CPMനാണ്, ഇടതുപക്ഷത്തിനാണ്. അവര് പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, മറ്റ് മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുന്നതിനോടൊപ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇപ്പൊ BJPക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ലാഭം കഴിയുന്നില്ല. ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സുപ്രീം കോടതി വിധി തെറ്റായിരുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. CPMന്റെ യഥാർത്ഥത്തിലുള്ള നിലപാട് എന്താണ്? ഇപ്പോൾ ഈ അവിടുത്തെ യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമാണ്, അത് കഴിഞ്ഞ അധ്യായമാണ് തുടങ്ങിയ തരത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അന്നത്തെ സുപ്രീം കോടതി വിധി തെറ്റാണെന്നാണോ ശരിയാണെന്നാണോ അന്നും ഇന്നും CPM പറയുന്നത്? അതോ അന്നും ഇന്നും ഒരേ നിലപാടുണ്ടോ? ഇതിനകത്തെല്ലാം വളരെ സുവ്യക്തമായ നിലപാടേ CPM സ്വീകരിച്ചിട്ടുള്ളൂ. CPM ആയിക്കഴിഞ്ഞാലും CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആയിക്കഴിഞ്ഞാലും വളരെ കൃത്യമായ നിലപാടാണ്. എന്താണ്? ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഉണ്ടാവുന്നു, അത് സ്വാഭാവികമായിട്ടും രാജ്യത്തെ നിയമമാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുന്ന, ഭരണഘടന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട നേരത്തെ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പം ആ വിധി ഇല്ലല്ലോ. ഇപ്പം ആ വിധിക്ക് വരുന്ന അതിപ്പോൾ റിവ്യൂ ഹർജി അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ വിധിക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. അപ്പോൾ ആ വിധി നടപ്പാക്കും എന്നിപ്പോൾ പറയേണ്ട കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട് കോടതി പറയട്ടെ ബാക്കി കാര്യങ്ങൾ, അതിനെ തുടർന്നല്ലേ ബാക്കി നിലപാടെടുക്കേണ്ടത്. നേരത്തെ 2018 വിധി വന്ന ഘട്ടത്തിൽ രാജ്യത്തെ RSS അനുകൂലിച്ചു, രാജ്യത്തെ കോൺഗ്രസ് അനുകൂലിച്ചു, രാജ്യത്തെ മതനിരപേക്ഷവാദികളാകെ അനുകൂലിച്ചു, രാജ്യത്തെ സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന അനുകൂലിച്ചു, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും അനുകൂലിച്ചു. അങ്ങനെയെല്ലാമുള്ള വളരെ അനുകൂലമായ നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു. ഇപ്പോ ആ ഉത്തരവാദിത്വം ഇല്ല. കാരണം ആ വിധി സംബന്ധിച്ച് വലിയ പ്രശ്നവും വിമർശനവും CPMനെതിരെ ഉണ്ടാകുന്നത്. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങ് പറഞ്ഞു പോയതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് അതിൽ ക്ലാരിറ്റി വരുത്താം. സർക്കാരിനോട് ഇത് നടപ്പിലാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും ഈ നിലപാടിനോടുള്ള വിമർശനമായി വരുന്നത്. അവിടെ യുവതീ പ്രവേശനത്തിന് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. ഞാനൊന്ന് പറയട്ടെ, അതായത് ആ വിധി പകർപ്പ് കിട്ടുന്നതിന് മുമ്പ് പോലീസിന്റെ മീറ്റിംഗ് വിളിച്ച്, ഞാനൊന്ന് പറയട്ടെ ശ്രീ VK സനോജ്, യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന പ്രയോഗമാണ് കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ഇവിടെ നടത്തിയത്. ആ തരത്തിൽ ആ വിധി അവിടെ നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തോടെയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? നടപ്പിലാക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതെന്റെ ചോദ്യമല്ല, നിങ്ങൾക്കെതിരെ ഉയരുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനമാണ്. ആയിക്കോട്ടെ, അത് ഞങ്ങൾക്കെതിരായിട്ട് ഇവർ ഉയർത്തിയ ചോദ്യം അതാണല്ലോ. എന്തിനാ ചോദ്യം ഉയർന്നത്? വിശ്വാസി സമൂഹത്തിനിടയിൽ നിന്ന് CPMനെ ഒറ്റപ്പെടുത്തണം. കാരണം ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് CPMൽ നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇല്ലാതാക്കണം. ഞങ്ങളവിടെ ആരെങ്കിലും കൂട്ടിപ്പോയോ? അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിലെ CPM വിചാരിച്ച 2 ആളെ അവിടെ കയറ്റാൻ പറ്റില്ലേ? പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം കൂടിയുള്ള കാലത്ത് അങ്ങനെ കയറ്റിയിട്ടുണ്ടോ? DYFI ആരെങ്കിലും അവിടെ അങ്ങോട്ട് കയറ്റാൻ ആളെ വിട്ടിട്ടുണ്ടോ? എന്താ ഞങ്ങൾ വിചാരിച്ചാൽ 2 ആളെ അങ്ങോട്ട് കയറ്റാൻ കഴിയില്ലേ? ഞങ്ങളതിനെ ആ നിലയിലല്ല സമീപിച്ചത്. അവിടെ സ്വാഭാവികമായിട്ടും ഭരണഘടനാപരമായ വിധി പ്രസ്താവം വന്നപ്പോൾ അതിനകത്ത് ആ നിലപാടിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് കുറെ ആളുകൾ വന്നു. കേരളത്തിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ താല്പര്യവും ഇല്ലാത്ത അയ്യപ്പനിൽ നല്ല വിശ്വാസമുള്ള ധാരാളം സ്ത്രീ വിശ്വാസികൾ ഉൾപ്പെടെ ശബരിമലയിൽ കയറണം എന്ന ആഗ്രഹവുമായിട്ട്, അയ്യപ്പനെ കാണണമെന്ന അതിയായ ആഗ്രഹവുമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. അത് നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളവിടെ ഈ വിധി നാളെ തന്നെ നടപ്പാക്കാം എന്ന് കരുതിയിട്ട് CPMന്റെ സംഘടനാ ശക്തി ഉപയോഗിച്ചോ, മറ്റേതെങ്കിലും വർഗ്ഗപൗര സംഘടനാ ശക്തി ഉപയോഗിച്ചോ, അല്ലെങ്കിൽ പോലീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ആരെയും അങ്ങോട്ട് കയറ്റിയിട്ടില്ല.
ഞങ്ങൾ ചെയ്യാത്ത ഒരു കാര്യമാണ് പോലീസിനെ ഉപയോഗിച്ചു എന്നല്ലേ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത്? ഇത് പാർട്ടി ഗ്രാമത്തിലെ മറ്റേ RSS ശാഖ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് ഞങ്ങൾ വിചാരിച്ചാൽ കയറാൻ കഴിയില്ല എന്ന് ചോദിക്കുന്ന പോലെയല്ല. അതൊരു അമ്പലമാണ്, ഒരു ക്ഷേത്രമാണ്. അവിടെ CPM ആളെ കയറ്റുക എന്ന് പറയുന്ന ഉദ്ദേശം ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. അതിൽ രാഷ്ട്രീയത്തിന് ഇടമില്ല. അതെ, നിങ്ങളത് ചോദിച്ചോണ്ടാണ് പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ. നിങ്ങളെന്താ പറഞ്ഞത്? CPM ഈ കാര്യം നടപ്പാക്കാൻ ഇടപെട്ടു, CPM ഈ കാര്യം നടപ്പാക്കാൻ ധൃതി പിടിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പോയിക്കോട്ടെ, സർക്കാർ, അതെ, സർക്കാർ ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയോ? കേരളത്തിലെ പോലീസ് വിചാരിച്ച പിന്നെ കുറച്ചാളെ കൊണ്ട് കൊണ്ടുപോയിക്കൂടെ? അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന വാദം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും BJPയുടെയും വക്താക്കൾ പറയുന്ന വാദം ശരിയാണെങ്കിൽ എം കെ പ്രേമചന്ദ്രൻ ആരോപിക്കുന്ന 2026 തെരഞ്ഞെടുപ്പ് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇതല്ലേ നേരത്തെ ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു, ഇത് നല്ല സുവർണാവസരമാണ്, ഇറങ്ങിക്കോളി എന്നല്ലേ പറഞ്ഞത്. നല്ല സുവർണാവസരമാണ്, ഇറങ്ങിക്കോ നാമജപ ഘോഷയാത്രയ്ക്ക് എന്നല്ലേ കോൺഗ്രസ് പറഞ്ഞത്. ഈ കോൺഗ്രസിനും BJPക്കും എല്ലാം ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തോടുള്ള എന്തെങ്കിലും കൂറിന്റെ ഭാഗമായിട്ടാണോ ഈ വിശ്വാസി സമൂഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് 10 വോട്ട് ഉണ്ടാക്കുക? BJPക്ക് ഉത്തരേന്ത്യയിൽ കയറുന്ന പോലെ ഇവിടെ വർഗീയത പറഞ്ഞ് കയറാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് നല്ലൊരു സുവർണാവസരം. അവർ പറഞ്ഞല്ലോ സുവർണാവസരം എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലേ അന്ന്. അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പച്ചയായ രാഷ്ട്രീയമാണ്, പച്ചയായ വർഗീയതയാണ്, വർഗീയ രാഷ്ട്രീയമാണ്. ഈ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലത്തും പുറത്തു നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഇവർ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിച്ച കാര്യം എന്തായിരുന്നു? UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു? വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഇപ്പോഴും എന്താ പറയുന്നത്? ഇപ്പോഴും ഈ UDF വിശ്വാസമോഷണ ജാഥ നടത്തിയിട്ട് എന്താ പറയുന്നത്? കേരളത്തിലെ ഏതെങ്കിലും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ധൈര്യമില്ല. ഇപ്പോഴും ഇവർ ശബരിമലയിൽ വിശ്വാസം അർപ്പിച്ച് ശബരിമലയെ വിഷയത്തെ മുൻനിർത്തിയിട്ട് 4 വോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു. ശരി, ശ്രീ വി കെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മാത്രമല്ല CPMന്റെ പ്രകടന പത്രികയിലും ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരമാണ് എങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി വിശ്വാസപരമായ ഒരു പ്രകടന പത്രികയിൽ ഒരു പരാമർശം ഉണ്ടാകുന്നത് ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമാണ്. എല്ലാ വിശ്വാസത്തെയും സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു ആ പരാമർശം എന്ന് ഞാൻ ഓർക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ഡയറക്റ്റായി ചോദിച്ച ഒരു കാര്യം കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. അത് അന്നത്തെ വിധി തെറ്റായിരുന്നു എന്ന് CPM വിചാരിക്കുന്നുണ്ടോ? അതാണോ CPMന്റെ നിലപാട് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ശ്രീമതി സോയ ജോസഫ്, 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ പ്രതികരണം. അത് ശ്രീ വി കെ സനോജ് ചോദിക്കുമ്പോൾ ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ പ്രതികരണത്തിൽ എഴുന്നേറ്റു നിൽക്കുന്ന ഒരു സെന്റൻസ് എന്ന് പറയുന്നത് യുവതീ പ്രവേശനം ചർച്ചയാകുന്നതിൽ സന്തോഷമുണ്ട് എന്നുള്ളതായിരുന്നു. തിരഞ്ഞെടുപ്പായതുകൊണ്ടാണോ ആ സന്തോഷം? അല്ല, യുവതീ പ്രവേശനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ CPMന് എന്തുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടെ നമുക്കിവിടെ കിട്ടേണ്ടതുണ്ടല്ലോ. നേരത്തെ സനോജിനോട് നിലപാടിനെ പറ്റിയും ശ്രീ കടകംപള്ളിയുടെ പ്രസ്താവനയെ പറ്റിയും ഇവിടുന്ന് മാധു നിരന്തരം ചോദിച്ചു വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള വലിയ പ്രയാസം ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുണ്ടാകും. അങ്ങനെ കോൺഗ്രസിൻ്റെ മേളിലേക്ക് മാത്രം, അല്ലെങ്കിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, കോൺഗ്രസ് അത് ചെയ്യാനാണ് നിരന്തരം ശ്രീ വി കെ സനോജ് സംസാരിക്കുമ്പോൾ മുഴുവൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ അതാണ്. ആരാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. ആഗോള അയ്യപ്പ സംഗമം നടത്തി പിണറായി വിജയൻ്റെ വളരെ, എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ അതിവൈകാരികമായി അദ്ദേഹം വിശ്വാസത്തെ പറ്റിയും ശബരിമലയെ പറ്റിയൊക്കെ സംസാരിച്ചത് കേട്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ആരും കോരിത്തരിച്ചു പോകും. ഇതേ സർക്കാരിൻ്റെ, നേരത്തെ അദ്ദേഹം പറഞ്ഞു പോലീസ് ഇടപെട്ടിട്ടില്ല. എങ്ങനെയാണ് പോലീസ് ഇടപെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത്? യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി പോലീസ് ഇടപെട്ട് ഈ വിധി വരുന്നതിൻ്റെ, അല്ലെങ്കിൽ ആ വിധിയുടെ പകർപ്പ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ വളരെ കൃത്യമായി ഇവിടുത്തെ പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ നടത്തി, അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി, കിടത്തിയും ഇരുത്തിയും ഒളിച്ചും മറച്ചും ഇങ്ങനെ മറച്ചു പിടിച്ചുമൊക്കെ സംരക്ഷിച്ച് അങ്ങോട്ട് കയറ്റാൻ എന്തുമാത്രം പരിശ്രമം ചെയ്തു എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് എന്തും ചർച്ച ചെയ്യപ്പെടട്ടെ, എല്ലാം ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ ചില കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുക? എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടട്ടെ. ആഗോള അയ്യപ്പ സംഗമം ചർച്ച ചെയ്യപ്പെടട്ടെ. അല്ല,
അതൊക്കെ ആളുകൾ മനസ്സിലാക്കട്ടെ. ആഗോള അയ്യപ്പ സംഗമം നടത്തി ശ്രീ പിണറായി വിജയനും കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രസ്താവന നമ്മൾ കണ്ടു. സ്വർണ്ണ അല്ലെങ്കിൽ മോഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിൽക്കുന്നു, ഭരണസമിതിയെ ഉൾപ്പെടെ കേസിൽപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നിൽക്കുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടെ, അയ്യപ്പനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടെ. ഇപ്പൊ അല്ല, ഞാൻ പറയുന്നത് അയ്യപ്പ സംഗമം നടത്തിയ അക്കാര്യത്തിൽ ഒരു വിശ്വാസ സംരക്ഷണവും ഇല്ല. കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത എന്തോ വലിയ പ്രശ്നമാണെന്നും സർക്കാർ നേരിട്ട് ഇടപെട്ട് നടത്തുന്ന യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ച് കോൾമയർ കൊള്ളുന്ന വാസവൻ മന്ത്രിയൊക്കെ കാണുമ്പോൾ അതിലൊരു തെറ്റുമില്ല. കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യജ്ഞം എന്തോ വലിയ പ്രശ്നമുള്ള കാര്യമാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പൊ ഇത്തരത്തിൽ ആരാണ് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ 2019 സംഭവിച്ചതും 2025 എത്തി നിൽക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരും ഭരണകൂടവും CPM ഒക്കെ ഈ വിഷയത്തിൽ നടത്തിയ മലക്കം മറിച്ചിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അയ്യപ്പനുണ്ടോ അയ്യപ്പനില്ലേ എന്ന് സംശയിച്ചു നിന്ന ആളുകൾ കല്ലും മുള്ളും കാലുക്കുമെത്താന്നല്ല പറഞ്ഞതെന്ന് നമുക്ക് കൃത്യമായി. അപ്പൊ അവിടെ വരെ ശരണം വിളിക്കുന്ന സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ആ സമയത്ത് വളരെ കൃത്യമായി അന്ന് വിശ്വാസികളോടൊപ്പം ചേർന്ന് നിന്ന് നിലപാടെടുത്തിട്ടുണ്ട്. ഈ സമയത്തും വളരെ കൃത്യമായി തന്നെ ഇപ്പൊ നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു കേട്ടു, അവരാണ് ഇതിന്റെ മുഴുവൻ ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ മുഴുവൻ മൊത്തക്കച്ചവടക്കാർ ഞങ്ങളാണെന്ന് BJPയുടെ പ്രതിനിധി പറഞ്ഞു കേട്ടു. അപ്പൊ എന്താണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വളരെ കൃത്യമായി ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇപ്പൊ BJP അത്തരത്തിലുള്ള വിശ്വാസ സംരക്ഷണത്തിന്റെ ഒന്നും മൊത്തക്കച്ചവടക്കാരായി അതിനെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി അറിയാം ഇതിലൊന്നും ആരും പിന്നോട്ടില്ല, മോശവുമില്ല. സോയ ജോസഫ്, അതിൽ BJPയും മോശമില്ല, കോൺഗ്രസും മോശമില്ല, CPM മോശവുമില്ല. നിങ്ങൾക്ക് അതായത് 2019 സമാനമായ വോട്ട് ഏകീകരണം എന്ന ലക്ഷ്യം ആർക്കാണ് ഇവിടെ വേണ്ടാത്തത്? എല്ലാവരും കൂടി ഈ പറയുന്ന വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ. അല്ല, ചർച്ച ചെയ്യപ്പെടട്ടെ എല്ലാ പ്രശ്നങ്ങളും, വിശ്വാസിയുടേതും വിശ്വാസമില്ലാത്തവൻ്റെതും എല്ലാവരുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ. അതിൽ നമ്മൾ ആരും അപകടം വിചാരിക്കേണ്ട ആവശ്യമില്ല. CPMന് ഹാലിളകേണ്ട ആവശ്യമില്ല. CPM അതിൽ ഒരു അപകടം ഉണ്ടെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടട്ടെ. ശ്രീ പ്രേമചന്ദ്രൻ ഉന്നയിച്ച വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടട്ടെ. അതിനെന്തിനാണ് CPMന്റെ നിലപാടുകൾ, വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവരതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കട്ടെ. നമ്മൾ എന്തിനാണ് അതിൽ പ്രയാസപ്പെടുന്നത്? നമ്മൾ എന്തിനാണ് അതിൽ ബേജാറാവുന്നത്? CPMന് വളരെ ശക്തിയുക്തമായി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് ബോധ്യപ്പെടുത്താനുള്ള സമയമുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്, സജ്ജീകരണങ്ങളുണ്ട്, ആഗോള അയ്യപ്പ സംഗമങ്ങളുണ്ട്. ഇതിനൊക്കെയുള്ള മുഴുവൻ PR വർക്കിൻ്റെ മുഴുവൻ അതിനുവേണ്ടി ചെലവാക്കുന്ന മുഴുവൻ തുകയുമുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ശ്രീ പ്രേമചന്ദ്രനെ പോലെയുള്ള ഒരു MP-യുടെ പ്രസ്താവന ഉണ്ട്, കേരളത്തിലെ വിശ്വാസികൾ മുഴുവൻ CPMനെ യുവതീ പ്രവേശനത്തിൽ തെറ്റിദ്ധരിക്കുമെന്നൊക്കെ പറഞ്ഞ് പാവം പ്രേമചന്ദ്ര സാറിനെ പറ്റി അങ്ങനെ പറഞ്ഞു വെക്കല്ലേ. CPMന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ള സമയമുണ്ട്. നിങ്ങളത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കാനുള്ള സമയമുണ്ട്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇത്തരം വിഷയങ്ങളെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. മനുപ്പോ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയം അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന മലയിറങ്ങാത്ത വിവാദങ്ങൾ എന്നുള്ളതാണ്. നോക്കൂ, തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുന്ന സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെന്തൊക്കെ പ്രശ്നങ്ങളാണ് കോടതി മുഖേന രാഷ്ട്രീയമായി അല്ലാതെയും ഒക്കെയായി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എത്ര വിവാദങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ അന്വേഷണം നടക്കുന്നു, SITയുടെ അന്വേഷണം നടക്കുന്നു. 6 ആഴ്ചക്കുള്ളതിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ചുറ്റിത്തിരിയുന്നത് പോറ്റിക്ക് ചുറ്റും മാത്രമാണ് എന്നുള്ളതാണ്. ഒരൊറ്റ പോറ്റിക്ക് മാത്രം സാധ്യമാകുന്നതാണ് ശബരിമലയിൽ ഇക്കണ്ട അക്രമങ്ങളെല്ലാം എന്ന് വിചാരിക്കുന്നുണ്ടോ? ഓരോ വിവാദങ്ങളും പുറത്തു വരുന്നത് മറ്റു പല വസ്തുതകളെയും മറച്ചുപിടിക്കാൻ സാഹചര്യമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ അന്തരീക്ഷം ഇതുവരെ പരിശോധിച്ചാൽ മനസ്സിലാവും. LDF വലിയ തോതിലുള്ള പ്രതിരോധത്തിലെത്തുന്ന സമയത്ത് അവരെ രക്ഷിക്കുന്ന ഒരു ശ്രമമെന്ന നിലയിലാണ് UDFൻ്റെ എല്ലാ രംഗപ്രവേശനവും കടന്നു വരാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കി നോക്കൂ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് LDF മാത്രമല്ല കോൺഗ്രസും അതിൻ്റെ ഭാഗമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. 2019 മാത്രമല്ല, അതിനു മുമ്പും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാവരും ശബരിമല കയറി ഇറങ്ങി കക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്ക് നിരീക്ഷണങ്ങളും വസ്തുതകളും പുറത്തു വരുന്ന സാഹചര്യങ്ങൾ വരുന്നു. അങ്ങനെ ശബരിമലയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചിരുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ഇവിടെ
ഡിവൈഎഫ്ഐയുടെ നേതാവ് പറഞ്ഞതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. എന്താണ് ഡിവൈഎഫ്ഐ എന്നും എന്താണ് വിശ്വാസത്തിനെതിരായി അവർ കാണിച്ചതെന്നും ഒക്കെ ഇനി ഞാൻ ഈ പൊതുസമൂഹത്തോട് ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും എല്ലാ ദൃശ്യങ്ങൾ സഹിതം ഈ നാട് കണ്ടതാണ്. യുവതികളെ ശബരിമലയുടെ മുകളിൽ കൊണ്ടു കയറ്റിയതിനു ശേഷം ഞങ്ങളത് കയറ്റി എന്ന് ഏതെങ്കിലും ഒരു വേൾഡ് കപ്പ് വിജയിച്ചു വന്ന് അത് വാർത്താ സമ്മേളനം നടത്തി പറയുന്ന അതേ മാനസികാവസ്ഥയിൽ പറഞ്ഞ ആളുടെ പേര് പിണറായി വിജയൻ എന്നുള്ളതാണ്. പിന്നീട് അയാളെ അദ്ദേഹത്തെ സഹായിക്കുന്ന പരിശ്രമങ്ങളൊക്കെയാണ് ഈ UDFൻ്റെ പല ആളുകളും കാണിച്ചതെന്നും അറിയാവുന്ന കാര്യങ്ങളാണ്. ശബരിമല പ്രക്ഷോഭ സമയത്ത് ദൂരെ എവിടെയോ നിന്ന് കാഴ്ചക്കാർ മാത്രമായിരുന്നു കോൺഗ്രസ് എന്നും നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നും ഈ പറയുന്ന DYFI എന്താണെന്നും വിശ്വാസ സംരക്ഷണങ്ങളോട് ഇവരുടെ നിലപാട് എന്താണെന്നും ഒക്കെ ഈ കേരളീയ സമൂഹത്തിന് നന്നായിട്ട് അറിയാം. അതിനെ ഞാൻ പ്രതിരോധിക്കാൻ പോകില്ല. ഇനി വേണ്ടോളം അവർ പറഞ്ഞോട്ടെ, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയതിൻ്റെ ഉദ്ദേശമൊക്കെ ഈ നാട് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഒഴിഞ്ഞ കസേരകൾക്ക് മുമ്പിൽ നിന്ന് പ്രസംഗിക്കേണ്ട ഗതികേട് ആ പിണറായി വിജയനും അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ആളുകൾക്കും DYFIക്കാർക്കും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ സ്വർണ്ണക്കള്ളയും അയ്യപ്പൻ്റെ സ്വത്ത് കക്കുന്നതിലും ഒരു മടിയുമില്ല. നിത്യേന എന്നോണം നിരന്തരം ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നു, അന്വേഷണങ്ങൾ പുറത്തു വരുന്നു, കോടതി ഇടപെടലുകൾ ഉണ്ടാവുന്നു, കോടതി തീരുമാനിക്കുന്നു, ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കാൻ തീരുമാനിക്കുന്നു, ആ കമ്മീഷൻ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിൽക്കില്ല. ഇത്തരം കള്ളത്തരങ്ങളുടെയും കൂട്ടുത്തരവാദിത്തം കോൺഗ്രസിനുമുണ്ട് എന്ന നിലയിലേക്ക് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകളിലേക്കൊക്കെ വരുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് അയ്യപ്പൻ എന്താണ് എന്നും വിശ്വാസം എന്താണെന്നും വിശ്വാസി സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നത് ആരാണ് എന്നും ഒക്കെ ഞങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. ഞങ്ങളന്ന് പറഞ്ഞതെല്ലാം ശരി എന്ന നിലയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശരണം വിളിക്കാൻ മടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയത് ഞങ്ങൾ പഴി കേൾക്കാൻ തയ്യാറായി, കേസിൽ പ്രതിയാവാൻ തയ്യാറായി, ജയിലിൽ കിടക്കാൻ തയ്യാറായി, ഈ നാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ്. അതിൽ നിന്ന് വന്ന യൂട്ടേണാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, സ്വർണം കള്ളക്കടത്തിൽ നിന്ന് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും രക്ഷപ്പെടാമെന്നുള്ളതാണെങ്കിൽ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ അവസരം സൂചിപ്പിക്കാൻ. ശരി, ശ്രീ VK സനോജ്, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ, ആ വാക്ക് തന്നെയാണ് പ്രയോഗിക്കപ്പെട്ടത്, ഭക്തരുടെ ഒരു മഹാസംഗമം നടത്തുന്നു എന്നുള്ളതാണ്. പിന്നീട് യുവതീ പ്രവേശനം നിരന്തരം ചർച്ചയാവുകയാണ്. നിരന്തരം, അതായത് സർക്കാരിന് എങ്ങനെയാണ് അങ്ങനെ ഒരു സംഗമം നടത്താനുള്ള ധാർമ്മികമായ അവകാശം ഉണ്ടാകുന്നത്? അവിടെ യുവതീ പ്രവേശനത്തിന് വേണ്ടി സർക്കാർ ശ്രമിച്ചതാണ്, സർക്കാർ ഇപ്പോഴും ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല, തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരമായി ചർച്ചയാവുകയും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല, ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ് എന്ന തരത്തിലുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ വിശ്വാസം തന്നെ ചർച്ചയാകുന്ന സമയത്ത് UDF നമുക്കറിയാവുന്നതാണ്, അതിൻ്റെ ഇപ്പോൾ മനുവൊക്കെ BJP ആണ് അന്ന് വലിയ തോതിൽ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് വന്നത് എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ രാഷ്ട്രീയമായ ഗുണമുണ്ടായത് കോൺഗ്രസിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. UDF വളരെ സന്തോഷത്തോടു കൂടി കാണുന്നത് ശ്രീ NK പ്രേമചന്ദ്രന്റെ ഭാഷയിൽ. ആ നിലയ്ക്കുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതിനെ CPM ഭയപ്പെടുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. മാധു, ഇതിനൊന്നും ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ വിശ്വാസം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്? അതായത് 10 വർഷമായിട്ട് തുടർച്ചയായ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങൾ സംബന്ധിച്ച് കേരളത്തിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ആളുകൾക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന സോയ ജോസഫിൻ്റെ പാർട്ടിയാണല്ലോ കർണാടകയിൽ ഭരിക്കുന്നത്. കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി ഈ കേരളത്തിൽ വന്ന് നടത്തിയിട്ടുള്ള പ്രസംഗം എന്താണ്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJPയുടെ ഒരു നേതാവ്, BJPയുടെ വക്താവുണ്ടല്ലോ, ആ വക്താവിൻ്റെ നേതാവ് RSSൻ്റെ ഒരാൾ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ കൂടി സഞ്ചരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ പ്രസംഗത്തിൽ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എത്ര അത്ഭുതത്തോടു കൂടിയിട്ടാണ് RSSൻ്റെ ഒരു അഖിലേന്ത്യാ നേതാവ് കേരളത്തിലെ ഈ വികസന കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചത്. അത് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടൊരു ടാക്സി ഡ്രൈവർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞല്ലോ. അപ്പോൾ കേരളം അത്ഭുതകരമായ നിലയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിന് പിന്നിൽ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ ഗവൺമെൻറ്റും, ആ ഗവൺമെൻറ്റിൽ വലിയ വിശ്വാസം ജനങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് വരുന്നു. എന്താ രക്ഷ? പിന്നെ വിശ്വാസം, വർഗീയത, ഇതല്ലാണ്ട് വേറെന്താ അവർക്ക് ചർച്ച ചെയ്യാനുള്ളത്? ഹൈക്കോടതിയിൽ പോയിട്ട് എത്ര തവണ തോറ്റുപോയി.
വിശ്വാസം ചർച്ചയാവാനുള്ള കാരണം വിശ്വാസം എന്താണ് ചർച്ചയാവുന്ന എന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പ്. അല്ല, ഒരു നിമിഷം ശ്രീ വി കെ 2026 തെരഞ്ഞെടുപ്പാണ് വിശ്വാസം ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, മറ്റൊന്നുമല്ല. ശ്രീ വി കെ സനോജ്, ഇന്നിപ്പോൾ വേറെന്താ സംശയം? ഒരു നിമിഷം, സുവർണാവസരം എന്ന് പറഞ്ഞത് ആരാണ്? സംരക്ഷണ ജാഥ നടത്താനുള്ള കാരണം എന്താണ്? സ്വർണ്ണമോഷണം കൊണ്ടാണ് അങ്ങോട്ടെത്തിയത്. ശ്രീ വി കെ സനോജ്, ഈ വിശ്വാസ സംരക്ഷണ ജാഥ UDF-ന് നടത്താൻ കഴിയുന്ന രാഷ്ട്രീയ പരിസരം ഉണ്ടായത് എങ്ങനെയാണ്? അത് ഹൈക്കോടതി ഇടപെടലിലൂടെ 2019 മുതൽ ഇങ്ങോട്ട് നടന്ന ശബരിമല സ്വർണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംശയാസ്പദമായ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ജാഥ നടത്താൻ സാധിക്കുന്നത്. മാധു, അത് സംബന്ധിച്ച് ഗവൺമെന്റ് എന്തെങ്കിലും പങ്കുണ്ടോ? അന്വേഷിക്കട്ടല്ലേ? ഹൈക്കോടതിയുടെ സർക്കാർ ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ ആ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന വകുപ്പിന് കീഴിൽ ഉണ്ടാകുന്ന ബോർഡുമായി ബന്ധപ്പെട്ട് അല്ല, അവരുടെ കർത്തവ്യത്തിലും ഉത്തരവാദിത്വത്തിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കയ്യാമം വെക്കലല്ല സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ജാഗ്രതയോടുകൂടി സംവിധാനങ്ങളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതും സർക്കാരിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ്. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ വകുപ്പിന് കീഴിലുള്ള ദേവസ്വം ബോർഡിന് കീഴിൽ അട്ടിമറി ഉണ്ടാവുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. അതിന്റെ ഉത്തരവാദിത്തത്തിൽ മാറി നിന്ന് ആരായാലും അന്വേഷിച്ച് ഞങ്ങൾ ജയിലിലടയ്ക്കും ഉത്തരവാദിത്തം തീരില്ല. സർക്കാർ ഉത്തരവാദിത്തത്തിൽ മാറി നിന്നോ? ഈ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ സർക്കാർ കൃത്യമായി ആ കാര്യത്തിനകത്ത് ഇടപെടൽ നടത്തിയിട്ടില്ലേ? ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ. നേരത്തെ എന്താ പറഞ്ഞത്? മറ്റേ ഈ പീഠം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പീഠം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പീഠം എവിടെന്നാ കണ്ടെത്തിയത്? എന്തായിരുന്നു അങ്ങനെ ഒരു ആരോപണത്തിന് പിന്നിലുള്ള അടിസ്ഥാന ഘടകം? ആഗോള അയ്യപ്പ സംഗമം നടത്തി സർക്കാർ വിശ്വാസികൾക്ക് കൂടെ നിൽക്കുന്നു. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. വിശ്വാസം ഉണ്ടാവുന്നു. അടിസ്ഥാനപരമായി അങ്ങനെയല്ല ആ കാര്യം. ആഗോള അയ്യപ്പ സംഗമം നടന്നതുമായി ബന്ധപ്പെട്ടല്ല. അതാണ് എന്ന് രാഷ്ട്രീയമായി പറയാൻ ശ്രീ വി കെ സനോജിനും അങ്ങയുടെ പാർട്ടിക്കും കഴിയും. അതിനു മുൻപ് തന്നെ ഹൈക്കോടതി ഇനീഷ്യേറ്റ് ചെയ്ത ഒരു അന്വേഷണവും വിവരശേഖരണവും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 2019 സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് പീഠമുണ്ടായിരുന്നു എന്ന് പറയുന്ന 4 കിലോയുടെ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയാണ് ഹൈക്കോടതി കണ്ടെത്തിയ 4 കിലോയുടെ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയാണ്. ആഗോള അയ്യപ്പ സംഗമവുമായി അതിന് ഒരു ബന്ധവുമില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവകാശത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ അദ്ദേഹം ആ തെഫ്റ്റ് എന്ന് പറയുന്ന കുറ്റം ഏൽക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം നടത്തിയ കുറ്റങ്ങളെ മറയ്ക്കാൻ വേണ്ടി മറയ്ക്കാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതെന്നാണ് സനോജ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ അല്ല, ഞങ്ങൾ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പറ്റുമോ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പറ്റുമോ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. നിങ്ങൾ ധൃതി പിടിക്കുന്നത് പല രേഖകളും കാണാനില്ല. ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ നേരത്തെ കുറെ കേന്ദ്ര കെട്ടിയാച്ചല്ലോ. നിങ്ങള് പണ്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നിങ്ങളോട് ഒരു ചോദ്യം, അവിടെ കാണാനില്ല, അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വരുമ്പോൾ രജിസ്റ്റർ കാണാനില്ല, അവിടെ യാതൊരുവിധ രേഖകളും ഇല്ല. ഇതെല്ലാം എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുന്നോട്ട് വെച്ച 2021 നിങ്ങൾ മുന്നോട്ട് വെച്ച പല കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങൾ സംബന്ധിക്കുന്ന അന്വേഷണത്തിന്റെ റിസൾട്ട് എന്താണ്? നിങ്ങളിപ്പോ കൊല്ലം കുറച്ചായി അന്വേഷണം തുടങ്ങിയിട്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ചത്. സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. ശബരിമല ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഓരോ ദിവസവും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത്. അതിനൊരു പരിസമാപ്തി എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളീയ സമൂഹം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.